ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നവാബി സെമായി. വളരെ സിമ്പിളായി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഈ ഡെസേർട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കടായി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ടും ഇട്ടു. ഇപ്പോൾ കാഷ്യൂ നട്ടും കിസ്മിസും ഒക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെർമിസെല്ലിയാണ്. 200 ഗ്രാം വെർമിസെല്ലി ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റഡ് വെർമിസെല്ലി എടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 1 മിനിറ്റൊക്കെ നമുക്കൊന്ന് ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ റോസ്റ്റഡ് അല്ല, അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടിടുമ്പോൾ നമുക്ക് വേഗം അത് മെൽറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടോ, പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 500 ml പാലൊഴിച്ചു കൊടുക്കാം. പാല് നന്നായി ചൂടായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മിൽക്ക് പൗഡർ ഇതിലേക്ക് നന്നായി ചേർന്ന് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയായിട്ട് ഇടുന്നത്. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായി മെൽറ്റായി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കണ്ടോ, ഒട്ടും തരിയൊന്നും ഇല്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് ഇടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ കേട്ടോ. വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അല്പം ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. നല്ല ക്രീമി ഫില്ലിങ് കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസിൻ്റെ സെർവിങ് ഡിഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൈ ആക്കി വെച്ചിരുന്ന നമ്മളുടെ വെർമിസെല്ലി മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു ലെയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമി ഫില്ലിംഗ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വെർമിസെല്ലി മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. ഈ ക്രീമി ഫില്ലിംഗ് ഒഴിക്കുമ്പോൾ കുറച്ച് ചൂടോടെ തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇതിൻ്റെ മീതെ കുറച്ച് നട്ട്സ് ഇട്ട് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം,
ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിടുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും കുറച്ച് കിസ്മിസും ഇടുന്നുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നവാബി ഷെമായി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ വളരെ ഈസിയായി ഈ ഡെസേർട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡെസേർട്ട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.